ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലൊക്കെ ഇപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ട്. കാരണം അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലെവലുകളൊക്കെ എല്ലാവർക്കും അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഇനിയുമായിരിക്കും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൽ ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ലിങ്ക് താഴെ ഇടുന്നുണ്ട്, ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ഇട്ടുതരാം. നിങ്ങൾ നോക്കി നോക്കി. ഇല്ലെങ്കിൽ നമ്മൾ ചാനലിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനകത്ത് ജോയിൻ ചെയ്യാൻ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറിൽ തരാം. ടെലിഗ്രാം ചാനൽ ചോദിച്ചാൽ ഞാൻ തരാം. ആ സമയത്ത് അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ. പിന്നെ കുറച്ച് ആൾക്കാർ ചില ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചില ആൾക്കൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്, അതായത് ബേസിക് അറിയാത്ത ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് സെല്ലിങ് അറിയണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊണ്ട് സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആയിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം. അതിൽ ഒരു ഹായ് ഇട്ടാൽ മതി, നമ്മൾ റിപ്ലൈ തരാം. എന്തായാലും സെഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ അയച്ചു തരാം. അപ്പോൾ നമുക്കിത് ബേസിക്കായിട്ട് അറിയാത്ത ആൾക്കാർ പിന്നെ ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് നമ്മളൊരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ഉണ്ട് ഇൻട്രാഡേയിൽ. അത് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആ സെക്ഷനിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. നിങ്ങളൊരു വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ഓക്കെ. ഇന്നത്തെ മാർക്കറ്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു ലെവൽ 24,430 ആ റേഞ്ചിൽ ഒരു ലെവൽ പറഞ്ഞിരുന്നു അല്ലേ. ആ മാർക്കറ്റ് അവിടെ താഴത്തെ ഓപ്പൺ ആയ അനുസരിച്ച് അവിടെ പോയപ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. മാർക്കറ്റ് അത് ഇന്നത്തെ ഡേ ലോ വരെ വരുന്ന വെച്ചാൽ ഡേ ലോവിന് കുറച്ച് മുകളിൽ നിന്ന് റിവേഴ്സ് ആയി. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു 50 ക്വാണ്ടിറ്റി 20 പ്രോഫിറ്റിൽ ഇറങ്ങി, ബാക്കിയുള്ളത് കോസ്റ്റിലേക്ക് എടുത്ത് വെക്കുക. അതുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് രാവിലെ തന്നെ കിട്ടിയിരുന്നു. പിന്നീട് എന്താ വെച്ചാൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ 24,430 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ അധികം വലിയൊരു ബുള്ളിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുട്ട് ഓപ്ഷൻ സെല് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നേരെ മുകളിലേക്ക് ഒരു 24,480 ആ റേഞ്ച് ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു. അവിടെ ടച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും നമ്മളെ സപ്പോർട്ട് ബ്രേക്ക് താഴേക്ക് വന്നപ്പോൾ ഞാൻ അത് എക്സിറ്റ് ആയി. ലോസിലല്ല, കോസ്റ്റ് തന്നെ എക്സിറ്റ് ആയി. ഓപ്ഷൻ സെല്ലായതുകൊണ്ട് ടൈമുള്ളതുകൊണ്ട് നമുക്കത് പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ, പ്രോഫിറ്റിലെ കോസ്റ്റ് തന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നീട് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ വീണ്ടും അതേ ഓപ്ഷൻ തന്നെ സെല് ചെയ്തു. അതിനേക്കാൾ കുറച്ച് പ്രീമിയം കിട്ടിയത് സെല് ചെയ്തു. അത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയത്. അതായത് നമ്മൾ ലെവലുകൾ വെച്ച് ട്രേഡ് ചെയ്യുന്ന ചില സമയത്ത് നമുക്കത് ആ ലെവലുകൾ ബ്രേക്ക് ചെയ്യും. നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാറില്ല, ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എക്സിറ്റ് ആവും. കാരണം വലിയ ലോസിലേക്ക് പോയില്ല. എപ്പോഴും നമ്മൾ ആ ലെവലുകൾ കൃത്യമായി വർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുകയും സെല്ല് ഒഴിച്ച് ബൈ ആണെങ്കിൽ സെല്ലാണെങ്കിൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം താഴേക്ക് വന്നാലും നമുക്ക് ലോസ് വരാറ് കുറവാണ്. കാരണം ഒരു മൂവ്മെൻറ്റ് കിട്ടിയ ശേഷം പിന്നീട് അതേ പോയിന്റിലേക്ക് വന്നാലും ഡീക്കെ കൊണ്ട് നമുക്ക് എന്തായാലും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് തന്നെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. വലിയൊരു നഷ്ടം വരലില്ല സെല്ലിലും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഇന്നത്തെ മാർക്കറ്റിൽ മൂന്നാമത്തെ ട്രേഡ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയത്. ആദ്യം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി, രണ്ടാമത്തേലൊരു കോസ്റ്റിൽ ഇറങ്ങാൻ പറ്റിയ സെല്ല്, മൂന്നാമത്തെ ഒരു സെല്ലിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രേഡ് ഉണ്ടായത്. ഗ്രൂപ്പിൽ 1-2 ആൾക്കാർക്ക് ചെറിയ ലോസ് കിട്ടിയെന്ന് പറഞ്ഞു. കാരണം വെച്ചെങ്കിൽ ആ ലെവൽ എടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഡൗട്ടുള്ളവർക്കൊക്കെ ആ സെഷനിലൊന്നും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ എന്താ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം എങ്ങനെ ഉപയോഗിക്കണം എന്നും സെല്ല് എങ്ങനെ ചെയ്യണമെന്നും ബാക്കി ഡീറ്റെയിൽസിൽ കാര്യങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്താൽ നിങ്ങൾ റിസ്ക് റിവാർഡ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. അപ്പോൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാം, ഇതാണ് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി, ഇത്ര നമ്മൾ ക്യാഷ് ഉള്ളത്, അപ്പോൾ നമുക്കത് എങ്ങനെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാമെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. റിസ്ക് റിവാർഡൊക്കെ എങ്ങനെയാണെങ്കിലും ഓരോരുത്തർക്കും ഒരു വ്യത്യസ്തമായിരിക്കും ഓരോ ആളുകൾക്കും. അപ്പോൾ അതൊക്കെ പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ. നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ 25,530 മുതൽ 25,630 വരെ റേഞ്ച് വരുന്നുണ്ട്. ആ റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. സ്ഥിരം പറയുന്ന പോലെ ഏത് ഭാഗത്തേക്കാണോ ബ്രേക്ക് ആവുന്നത് ആ ഭാഗത്തേക്ക് ട്രേഡ് എടുക്കും. മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 24,740 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. 24,740 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ല, ഡൗൺ സൈഡിലേക്കാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 24,480 വരെ ആയിരിക്കും വരുന്നത്. 24,480 ഒരു സപ്പോർട്ട് ഉണ്ട്, ചെറിയൊരു സപ്പോർട്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ടുള്ളത് 24,400. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് കിട്ടാനും സാധ്യതയില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് നോക്കുന്നത്. നല്ല ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ റിവേഴ്സായിട്ട് 24,540 550 ആ റേഞ്ചിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. കാരണം വെച്ചെങ്കിൽ ആർന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അല്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഇന്നത്തെ ഹൈ ഉണ്ടല്ലോ അത് ടച്ച് ചെയ്ത് 24,600 അതിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ തിരിച്ച് കയറിയിട്ട് 24,630 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ സി സൈഡിലേക്ക് ഒരു ബൈ ചെയ്യാം. അതാണ് നാളത്തെ പ്ലാനുള്ളൂ. നാളെ പ്രത്യേകിച്ച് ഒരു വ്യൂ ഒന്നും വെക്കുന്നില്ല, എങ്കിലും ചെറിയ തോതിൽ ഞാൻ ഡൗൺ സൈഡിലേക്കാണ് നോക്കുന്നത്. ചെറിയ തോതിൽ അധികം പ്രഷർ കൊടുക്കുന്നില്ല ഡൗൺ സൈഡിലേക്ക്. ഓക്കെ. കാരണം എനിക്ക് അത്രമാത്രം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ ചാർട്ട് കണ്ട് ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് അതങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ എന്നാൽ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചു. ഓക്കെ. ലെവലുകൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 24,540 പ്രധാനപ്പെട്ട ലെവലാണ്. 24,630 ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. പിന്നെ അതിന് മുകളിലേക്ക് നിഫ്റ്റി പോയി 24,740 വരെ പോവാം.
അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നാൽ 480 ഒരു ലെവലുണ്ട്. വലിയ റെസിസ്റ്റൻസ് അല്ല എങ്കിലും പറയുകയാണ് 450 അതും കൂടി ബ്രേക്ക് ചെയ്താൽ ഒരു 400 വരെ വരാനുള്ള സ്ട്രെങ്ത് നിഫ്റ്റിക്കുണ്ട്. ഓക്കെ, ആ ലെവൽ നോക്കിയിട്ട് നമുക്ക് നാളെ ട്രേഡ് ചെയ്യാം. ഓക്കെ, ബാക്കി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ലിങ്കിൽ കയറിയിട്ട് നോക്കുക. പിന്നെ നമ്മളെ സെഷനിലായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഹായ് ഇട്ടാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം. ഓക്കെ.